Hi all. Today we are going to study about another sorting technique, that is quicksort. We already covered two different types of sorting techniques, that is selection sort and insertion sort. So let's begin with this quicksort. Actually, this quicksort is one of the most efficient sorting technique. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന അറേ നമുക്ക് അതിൽ ഒരു അറേ കാണും വിച്ച് കൺസിസ്റ്റിംഗ്സ് ഓഫ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് വി നീഡ് ടു സോർട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന അറേനെ രണ്ട് സബ് അറേ ആയിട്ട് മാറ്റും. ഹൗ വി ആർ ഡിവൈഡിങ് ദി അറേ ഇൻ ടു ഡിഫറെൻറ്റ് സബ് അറേസ് ആക്കി മാറ്റുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പിവട്ട് എലമെൻറ്റ്. എന്താണ്, ഒരു പിവട്ട് എലമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അറേനെ രണ്ട് സബ് അറേ ആക്കി മാറ്റും. സപ്പോസ് ഇതാണ് എൻ്റെ അറേ എങ്കിൽ നോർമലി നമ്മൾ പിവട്ട് എലമെൻറ്റിനെ ചൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അറയിൽ കിടക്കുന്ന ഫസ്റ്റ് എലമെൻറ്റിനെ ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. എനിക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് അറയിലത്തെ ഏതൊക്കെ നമ്പേഴ്സാണോ സോർട്ട് ചെയ്യാൻ തന്നിരിക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കാം എടുക്കുന്നത് പിവട്ടായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന എക്സാമ്പിളിൽ പിവട്ട് എലമെൻ്റായിട്ട് ഫസ്റ്റ് എലമെൻറ്റിനെയാണ് ചൂസ് ചെയ്യുന്നത്. സപ്പോസ് 7, 14, 18 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, 9 എക്സെട്ര. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് എലമെൻറ്റിനെയാണ് പിവട്ട് എലമെൻ്റ് ആക്കി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പിവട്ട് എലമെൻ്റ് ആയിരിക്കും, ആ പിവട്ട് എലമെൻറ്റ് നമ്മുടെ അറേയുടെ കറക്റ്റ് പൊസിഷനിൽ വന്ന് കിടക്കണം. ഓക്കെ, 7 സപ്പോസ് ഇവിടെ ആണെങ്കിൽ പിവട്ട് എലമെൻ്റാണ് ഇത്. ഈ പിവട്ട് എലമെൻറ്റിൻ്റെ കറക്റ്റ് പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിവട്ട് എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എല്ലാവരും ഈ പിവട്ടിനെക്കാട്ടിലും സ്മോൾ നമ്പറും ആയിരിക്കും. അതേസമയം റൈറ്റ് സൈഡിൽ വരുന്നത് എല്ലാവരും ഹൈ നമ്പറും ആയിരിക്കും, ഹയസ്റ്റ് നമ്പേഴ്സും ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഈ ഒരു സബ് അറേനെ വീണ്ടും സെയിം പ്രൊസീജിയർ വെച്ചിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ സബ് അറേനെയും സെയിം പ്രൊസീജിയർ വെച്ച് റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു എക്സാമ്പിൾ പറയുവാണ്. ഇതിനകത്ത് ഞാൻ പിവട്ട് എലമെൻ്റായിട്ട് ഫസ്റ്റ് എലമെൻറ്റിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, അതായത് 7. So I took pivot element as 7 and also I need to initialize two different variables, അതായത് സ്റ്റാർട്ടും എൻഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിൾ. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സിനെ ആയിരിക്കും അതെടുക്കുക. എൻഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സ്, അതായത് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും, അതാണ് LB. ലോവർ ബൗണ്ട് എന്ന് പറയുന്നതും അപ്പർ ബൗണ്ട് എന്ന് പറയുന്നതും നമ്മൾ ചൂസ് ചെയ്യും. ലോവർ ബൗണ്ട് സ്റ്റാർട്ടായിട്ടും അപ്പർ ബൗണ്ട് എൻഡായിട്ടും രണ്ട് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി നമ്മൾ പ്രൊസീജിയേഴ്സ് റിപ്പീറ്റ് ചെയ്യണം. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പിവട്ട്, അതായത് നമ്മൾ നോക്കുന്ന പിവട്ട് എലമെൻറ്റും സ്റ്റാർട്ടും തമ്മിൽ എപ്പോഴും കമ്പയർ ചെയ്ത് നോക്കും. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിവട്ടിനെക്കാട്ടിലും ചെറുതാണ് സ്റ്റാർട്ട് വേരിയബിൾ എങ്കിൽ വി വിൽ ഇൻക്രിമെൻറ്റ് ദ സ്റ്റാർട്ട് വേരിയബിൾ. ഓക്കെ, അതായത് 7ഉം ആദ്യത്തെ സ്റ്റാർട്ട് വേരിയബിൾ, അതായത് ഈ ലെസ് ദാനോ പിവട്ട് എലമെൻറ്റിനെക്കാളും ലെസ് ദാനോ ഈക്വൽ ടു ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോയിന്റിനെ, സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റിനെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നോക്കാം. അപ്പം ഞാനിവിടെ ചെയ്യുവാണ്. ഇവിടെ ആദ്യം ഞാൻ പിവട്ട് എലമെൻറ്റ് 7 എടുത്തു. പിവട്ട് എലമെൻറ്റ് 7 എടുത്തു. പിവട്ട് എലമെൻ്റാണ് ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. പിവട്ട് എലമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിനകത്തിരിക്കുന്ന ആളിനെക്കാട്ടിലും ശരിക്കും എന്താണ്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ആളായിരിക്കണം ലെസ് ആകേണ്ടത്. ഓക്കെ, അപ്പോൾ പിവട്ട് എലമെൻറ്റ് സ്റ്റാർട്ടിനെക്കാട്ടിലും ഗ്രേറ്റർ ആണോ എന്ന് നോക്കണം. ഓക്കെ, അല്ലല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിനെക്കാട്ടിലും സ്റ്റാർട്ടാണ് സ്മോൾ എങ്കിൽ വാട്ട് വി വിൽ ഡു, ഇവിടെ ഓക്കെ, അപ്പോൾ അതായത് പിവട്ട് എലമെൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ മാത്രം നമ്മൾ സ്റ്റാർട്ട് വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്യും. അതായത് സ്റ്റാർട്ട് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും പിവട്ടിനെക്കാട്ടിലും, പിവട്ട് ഗ്രേറ്റർ ആയിട്ട് നിൽക്കും. അതല്ലെങ്കിൽ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുമ്പം പിവട്ട് എലമെൻ്റ് ആണിത്. പിവട്ട് എലമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ സ്റ്റാർട്ട് വേരിയബിൾ ഇപ്പോൾ ആരാണ്, 7 ആണല്ലേ. സ്റ്റാർട്ട് വേരിയബിൾ 7 ആണ്. സോ 7 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, സ്റ്റാർട്ട് വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ട് വേരിയബിൾ എവിടെ നിൽക്കുവാണ്, 6നകത്ത് നിൽക്കുവാണ്. ഞാനിത് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ വീണ്ടും ചെക്ക് ചെയ്യും. ഐ വിൽ റിപ്പീറ്റ് ദിസ് പ്രോസസ് അഗെയിൻ. ദാറ്റ് മീൻസ്
7 എന്ന് പറയുന്നത് സ്റ്റാർട്ട് വേരിയബിളിനെയും കാട്ടിലും ഗ്രേറ്റർ ആണോ എന്ന് നോക്കും. അതായത് പിവട്ട് എലമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണോ എന്ന് നോക്കും. പിവട്ട് എലമെൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യത്തേയില്ല, 7 തന്നെയായിരിക്കും. 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണോ? ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അതുകൊണ്ട് തന്നെ അതായത് സ്റ്റാർട്ട് വേരിയബിൾ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും? സ്റ്റാർട്ട് വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ട് എവിടെ ചെന്ന് നിൽക്കുവാണ്? 10 എന്ന് പറയുന്ന വേരിയബിളിൽ നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ സ്റ്റാർട്ട് വേരിയബിൾ ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എവിടെ നിൽക്കുകയാണ്? 10ൽ നിൽക്കുവാണ്. ഓക്കെ, ഇതാണ് സ്റ്റാർട്ട്, 10ൽ നിൽക്കുന്നു. ഇനി ഞാൻ വീണ്ടും ചെക്ക് ചെയ്യും. പിവട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ സ്റ്റാർട്ട് വേരിയബിളായ 10 ആണോ നോക്കും. എത്രയാണ് പിവട്ട്? 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് സ്റ്റാർട്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, സ്റ്റാർട്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് നമ്മൾ എൻഡ് വേരിയബിളിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് എൻഡ് വേരിയബിൾ എടുക്കുകയാണ്. എൻഡ് വേരിയബിൾ എത്രയാണ്? 7 ആണ്. പിവട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അതായത് 7. ഇനി ഞാൻ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. അതായത് 7, നമ്മുടെ 7 എന്ന് പറയുന്നത് നമ്മുടെ എൻഡ് വേരിയബിളാണ്. അതായത് എൻഡ് വേരിയബിൾ എപ്പോഴും നമ്മുടെ പിവട്ടിനെയും കാട്ടിലും ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ കണ്ടീഷൻ. എന്താണ് ഞാൻ പറഞ്ഞത് ഇതാണ്. അതായത് എൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പിവട്ടാണോ എന്ന് ചെക്ക് ചെയ്യണം. പിവട്ടിനെക്കാട്ടിലും വലുതാണ് എന്നുണ്ടെങ്കിൽ, എൻഡ് വേരിയബിൾ പിവട്ടിനെക്കാട്ടിലും വലുതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻഡ് എന്ന് പറയുന്ന വേരിയബിളിനെ, അതായത് എൻഡ് എന്ന് പറയുന്ന ആളിനെ മൂവ് ചെയ്ത് ഡിക്രിമെൻറ്റ് ചെയ്യണം. ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടല്ലേ, ഈ സൈഡിലേക്കല്ലേ വരുന്നത്? ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻഡ് വേരിയബിളിനെ ഞാൻ ഡിക്രിമെൻറ്റ് ചെയ്യും. എന്താണ്? എൻഡ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത്, അതായത് എൻഡ് എന്ന് പറയുന്ന ഇൻഡെക്സിലിരിക്കുന്ന അയാളുടെ വാല്യൂ എന്ന് പറയുന്നത് പിവട്ടിനെക്കാട്ടിലും വലുതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഡിക്രിമെൻറ്റ് ചെയ്യും. കാരണം എന്താണ്? പിവട്ട് എന്ന് പറയുന്ന ആളുടെ കറക്റ്റ് പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പം പിവട്ട് എന്ന് പറഞ്ഞ റൈറ്റ് പൊസിഷൻ, അയാളുടെ കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാളുടെ റൈറ്റിലുള്ള എല്ലാവരും എന്തായിരിക്കണം? ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ ഗ്രേറ്റർ ആണെങ്കിൽ എനിക്ക് മൈൻഡ് ചെയ്യേണ്ട. അതായത് എൻഡ് വേരിയബിൾസ് ഗ്രേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ഡിക്രിമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അപ്പം എൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പിവട്ട് ആണോ? ഇവിടെ എൻഡ് എത്രയാണ്? 7 ആണ്. പിവട്ട് എത്രയാണ്? 7 തന്നെയാണ്. അപ്പം 7 ഗ്രേറ്റർ ദാൻ 7 ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 7 ഈക്വൽ ടു 7 ആണോ? 7 ഈക്വൽ ടു 7 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഞാൻ മാറ്റാൻ പോവാണ്, നിങ്ങൾ ബാക്കി എഴുതിയെടുത്തോളണം. 7 ഈക്വൽ ടു 7 ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്വാപ്പ് ചെയ്യും. എന്താണ്? സ്വാപ്പ് ചെയ്യും. അതായത് ആരൊക്കെ തമ്മിൽ? ഈ പറയുന്ന നമ്മുടെ സ്റ്റാർട്ട് ഇവിടെയല്ലേ കിടന്നത്? ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ട് കിടന്നത്, ഇവിടെയാണ് നമ്മുടെ എൻഡ് കിടന്നത്. അപ്പം ഞാൻ നോക്കിയത് ഇവിടെ സ്റ്റാർട്ട് കിടന്നത് കാരണം ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എൻ്റെ പിവട്ടിനെയും കാട്ടിലും ഗ്രേറ്റർ ആയതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻഡ് സൈഡിൽ വന്നു, എൻഡ് സൈഡിലെത്തി. എൻഡ് സൈഡ് എത്രയാണ്? എൻഡ് സൈഡിൽ കിടക്കുന്നത് 7 ആണ്. അപ്പോൾ ഞാൻ അടുത്ത് ചെക്ക് ചെയ്യുന്നത് എൻ്റെ എൻഡ് എന്ന് പറയുന്നത് എൻഡ് എന്ന് പറഞ്ഞാൽ 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പിവട്ട് ആണോ എന്ന് ചെക്ക് ചെയ്തു. 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പിവട്ട് അല്ല. പിവട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. അപ്പോൾ അല്ലാത്തത് കാരണം ഞാൻ അടുത്തത് ചെക്ക് ചെയ്തു. എൻ്റെ എൻഡ് എന്ന് പറയുന്ന ആൾ, അതായത് 7 എന്ന് പറയുന്നത് ആൾ ഈക്വൽ ടു പിവട്ട് ആണോ? അതായത് 7 തന്നെയാണ്. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്വാപ്പ് ഈ പറയുന്ന സ്റ്റാർട്ടും എൻഡും തമ്മിൽ സ്വാപ്പ് ചെയ്യണം. എന്താണ്? ഈ കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കണ്ടീഷനോ അല്ലെങ്കിൽ ലെസ് ദാനോ ആയിക്കഴിഞ്ഞാൽ, അതായത് പിവട്ടിനെക്കാട്ടിലും ചെറിയ ആളാണ് ഇവിടെ കിടന്നിരുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ പിവട്ട് ആണോ എന്ന് നോക്കി, ഗ്രേറ്റർ ദാൻ, അതായത് 7 എൻഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പിവട്ട് ആണെങ്കിൽ മാത്രമേ ഇൻക്രിമെൻറ്റ് ചെയ്യാവൂ. അല്ലാതെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻഡ് എന്ന് പറയുന്ന ആൾ പിവട്ടിനെക്കാട്ടിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വാപ്പ് ചെയ്യണം. ആരൊക്കെ തമ്മിൽ? സ്റ്റാർട്ട് എലമെൻറ്റും എൻഡ് എലമെൻറ്റും തമ്മിൽ സ്വാപ്പ് ചെയ്യണം. അതായത് ഇപ്പോൾ സ്റ്റാർട്ട് എത്രയാണ്?
സ്റ്റാർട്ട് 10 ആണ്, എൻഡ് എത്രയാണ് 7 ആണ്. അപ്പോൾ ഇനി ഞാൻ സ്വാപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സ്റ്റാർട്ട് വേരിയബിളിനകത്ത് കിടക്കുന്ന ആൾ 7 ആകും, എൻഡ് വേരിയബിളിനകത്ത് കിടക്കുന്നത് 10 ആകും. ഇങ്ങനെയായി മാറും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും? വീണ്ടും വന്നിട്ട് അപ്പം സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ വീണ്ടും എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഇനി വീണ്ടും ഞാൻ എവിടേക്ക് വരും? സ്റ്റാർട്ടിലേക്ക് വരും. ഇനി സ്റ്റാർട്ട് എടുത്തിട്ട് ഞാൻ വീണ്ടും ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ട് എത്രയാണ്? നമ്മുടെ 7 ആണ്. ഒന്ന് എഴുതാം. ഇവിടെയാണ്, ഇത് 7 ആയി നമുക്ക് മാറ്റി അല്ലേ? ഓക്കെ, ഇത് നമ്മൾ 7 ആക്കി. ഇതാണ് നമ്മുടെ സ്റ്റാർട്ട്. ഇത് നമ്മൾ സ്വാപ്പ് ചെയ്ത് 10 ആക്കി. അതാണ് നമ്മുടെ എൻഡ്. ഇനി വീണ്ടും ഞാൻ ചെക്ക് ചെയ്യുന്നു. എൻ്റെ പിവട്ടായ 7 തന്നെയാണ് പിവട്ട്, ഒരു മാറ്റവും ഇല്ല. ആ പിവട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ, അതായത് പിവട്ട് ഗ്രേറ്റർ ആണോ? സ്റ്റാർട്ട് വരുമ്പോൾ നമ്മൾ നേരെ തിരിച്ചാണ്. പിവട്ട് ഗ്രേറ്റർ ആണോ എന്ന് നോക്കണം. നമ്മുടെ സ്റ്റാർട്ട് വേരിയബിളിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് നോക്കണം. ഇവിടെ 7 ആൻഡ് 7 ഈക്വൽ ടു ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയത് കാരണം ഞാൻ സ്റ്റാർട്ടിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻക്രിമെൻറ്റ് ചെയ്തു, 5-ലെത്തി. വീണ്ടും ഞാൻ ചെക്ക് ചെയ്യുന്നു whether my pivot element P എന്ന് ഞാൻ എഴുതുന്നുള്ളൂ, P7 തന്നെയാണ്. whether my pivot element P is greater than or equal to my start element, that is 5 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, ആണ്, കറക്റ്റ് ആണ്. 7 greater than or equal to 5 ആണ്. So again I will increment my start variable and now my start variable is 9 ആണ്. Okay, again I will check whether my pivot element is greater than or equal to 9 ആണോ എന്ന് നോക്കി. പിവട്ട് എലമെൻറ്റ് 7 ആണ്. 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണോ? കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കും. എന്നിട്ട് ഞാൻ എവിടെ പോകും? എൻഡ് സൈഡിൽ പോകും. ഇപ്പോൾ എൻഡ് എത്രയാണ്? ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് പിവട്ടും എൻഡും തമ്മിൽ ചെക്ക് ചെയ്യും. പിവട്ട് എത്രയാണ്? 7. എൻഡ് എത്രയാണ്? 10. അതായത് പിവട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. പിവട്ട് എന്ന് പറയുന്നത്, അതായത് എൻഡ് സൈഡിലിരിക്കുന്ന ആൾ പിവട്ടിനെയും കാട്ടിലും ഗ്രേറ്റർ ആണോ എന്ന് നോക്കും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻഡിനകത്തിരിക്കുന്ന എത്രയാണ്? 10 ആണ്. 10 ഗ്രേറ്റർ ദാൻ എത്രയാണ്? 7 പി ആണോ? അതായത് നമ്മുടെ പിവട്ടാണോ? 10 ഗ്രേറ്റർ ദാൻ പിവട്ടാണോ? അതായത് 10 ഗ്രേറ്റർ ദാൻ 7 ആണോ? ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻഡിനെ ഒരു തവണ ഡിക്രിമെൻറ്റ് ചെയ്യും. എൻഡ് പിവട്ടിനെയും കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിക്രിമെൻറ്റ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ്, അപ്പുറത്തെ എൻ്റെ സ്റ്റാർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഞാൻ ഡിക്രിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ എൻഡ് എവിടെയാണ്? ഇവിടെയാണ് നിൽക്കുന്നത്, 15-ൽ. ഇനി ഞാൻ വീണ്ടും ചെക്ക് ചെയ്യുന്നു. 15 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പിവട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിവട്ട് എത്രയാണ്? 7. ഓക്കെ, 15 ഗ്രേറ്റർ ദാൻ 7 ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ഞാൻ എൻഡിനെ ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ പുതിയ ആൾക്കാർ ഇതാണ്. പുതിയ എൻഡ് 1 കിടക്കുന്നു, പുതിയ എസ് ദേ കിടക്കുന്നതാണ്. ബാക്കി 2 എണ്ണം ഇല്ല. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു. എൻഡിലാണ് നമ്മൾ നിന്നത്. എൻഡ് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ പിവട്ട് ആണോ? അല്ല, കണ്ടീഷൻ തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യണം? വി ഹാവ് ടു സ്വാപ്പ്. എന്ത് ചെയ്യണം? സ്വാപ്പ്. സ്റ്റാർട്ടും എൻഡും എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം. അപ്പോൾ സ്വാപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ കണ്ടീഷൻ തെറ്റിയില്ലേ? 1 എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ പിവട്ട് എലമെൻ്റ് ആണ്. സോ ഇനി എനിക്ക് നേരത്തെ സ്റ്റാർട്ടും എൻഡും തമ്മിൽ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ 1 ആകും, ഇവിടെ എന്താകും? 9 ആകും. ഓക്കെ, ഇവിടെ 1ഉം 9ഉം ആകും. ഇനി ഞാൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും സ്റ്റാർട്ടിൽ വരണം. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ വീണ്ടും തിരിച്ച് സ്റ്റാർട്ടിൽ വരണം. സ്റ്റാർട്ടിൽ വന്നേ. സ്റ്റാർട്ടിൽ വരുമ്പോൾ ആദ്യമേ എന്ത് ചെക്ക് ചെയ്യണം? എൻ്റെ പിവട്ട് എന്ന് പറയുന്നത് 7 എന്ന് പറയുന്നത്, അതായത് ഇനിയിപ്പം സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ആണോ എന്ന് നോക്കിയാൽ മതി. 7 ഗ്രേറ്റർ ദാൻ, അതായത് പിവട്ട് എന്ന് പറഞ്ഞ 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്ന് നോക്കണം. 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ല. 7, അതായത് എൻ്റെ സ്റ്റാർട്ട് വേരിയബിൾ സ്മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും സ്റ്റാർട്ട് വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ട് എത്രയായി? ഇത്രയായി. ഓക്കെ, അതായത് 2 ആയി. അപ്പോൾ ബാക്കി ഇപ്പോൾ പുതിയ സ്റ്റാർട്ട് വേരിയബിളായേ. അപ്പോൾ ഇത് പോയി. അടുത്ത വീണ്ടും സ്റ്റാർട്ടും എൻഡും നമ്മുടെ കയ്യിലുണ്ട്. വീണ്ടും ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ചെക്ക് ചെയ്യുന്നു വെദർ 2 എന്ന് പറയുന്നത് പിവട്ടായിട്ടുള്ള 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണോ എന്ന് നോക്കണം. 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണോ എന്ന് നോക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ്റെ
സ്റ്റാർട്ട് എലമെൻറ്റ്, അതായത് 2. 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? അല്ല. അതായത് 2 എന്ന് പറയുന്ന സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്മോൾ ആണ്, പിവറ്റിനേക്കാളും ചെറുതായതുകൊണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യും, എൻ്റെ സ്റ്റാർട്ട് വേരിയബിളിനെ എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടും എൻഡും ഒരേ പോയിന്റിൽ പൊസിഷനിൽ ഇപ്പം വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിത് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് എങ്ങോട്ടാണ് പോകുന്നത്, 9ലേക്ക് പോയി. ഈ 9 എന്ന് പറയുന്നത് ഓൾറെഡി എൻഡും ആണ് സ്റ്റാർട്ടും ആണ്. അപ്പോൾ എൻഡും സ്റ്റാർട്ടും ഒന്നായി. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റാർട്ട് വേരിയബിൾ ആണ്. ഓക്കെ, സ്റ്റാർട്ടല്ലേ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി വീണ്ടും ഞാൻ നോക്കി, പിവറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണല്ലേ. പിവറ്റ് 7 ആണ്. 7നെയും കാട്ടിലും ഗ്രേറ്റർ ആണോ, അതായത് പിവറ്റ് എന്ന് പറയുന്നത്, സ്റ്റാർട്ട് എന്ന് പറയുന്നത് നോക്കണം, പിവറ്റ് എന്ന് പറഞ്ഞാൽ പിവറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണോ, 15 ആണോ, അതായത് 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണോ, ആണ്. അതായത് എൻ്റെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആൾ എന്തല്ല, ഇപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആൾ സോറി 9 അല്ലേ ചെക്ക് ചെയ്യേണ്ടത്, ഞാൻ 9 ചെക്ക് ചെയ്തില്ലല്ലോ, 9 ചെക്ക് ചെയ്തില്ല, സോറി. അപ്പം ഞാൻ ഇതൊന്ന് വെട്ടുവാണ്. എവിടേക്കാണ് ഇരിക്കുന്നതെന്ന് ഓർക്കുക, സ്റ്റാർട്ടും എൻഡും 9ൽ തന്നെയാണ്. ഓക്കെ, സ്റ്റാർട്ടും എൻഡും എവിടെയാണ് ഇരുന്നത്, 9 എന്ന് പറഞ്ഞാൽ ഇവിടെയായിരുന്നു. 9 ഇത് 1 ആയി, പിന്നെ ഇവിടെ 7 ആയി, ഇവിടെ 10 ആണ് കിടന്നത്. ഇങ്ങനെയാണ് കിടന്നത് നമ്മൾ സ്വാപ്പ് ചെയ്തപ്പോൾ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഇത് തന്നെയാണ്, എൻഡും ഇത് തന്നെയാണ്. അടുത്ത് ഞാൻ വീണ്ടും ചെക്ക് ചെയ്യാൻ പോവാണ്, പിവറ്റ് എത്രയാണ്. പിവറ്റിനെക്കാട്ടിലും ചെറുതായിരിക്കണം സ്റ്റാർട്ട് എന്ന് പറയുന്നത്, അതാണോ നോക്കിയാൽ സ്റ്റാർട്ട് 9 ആണ്, പിവറ്റ് 7 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പിവറ്റ് ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റാർട്ട്. അപ്പം അവിടെ വെച്ച് നിന്നു. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പായി, സ്റ്റാർട്ട് അവിടെ തന്നെ നിൽക്കുവാണ്, കാരണം നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നിൽക്കുവാണ്. അത് കാരണം ഞാൻ അടുത്തത് ആരിലോട്ട് പോകും, എൻഡിലോട്ട് പോകും. എൻഡ് എത്രയാണ്, 9 ആണ്. അപ്പം എൻഡിൻ്റെ ആൾ വലുതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡിക്രിമെൻറ്റ് ദി എൻഡ്, അല്ലേ. എൻഡിലിരിക്കുന്ന ആൾ പിവറ്റിനേക്കാളും വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്രിമെൻറ്റ് ചെയ്യാം. അപ്പോൾ എൻഡ് എത്രയാണ്, എൻഡ് എന്ന് പറയുന്നത് 9 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ നമ്മുടെ പിവറ്റായ 7 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആരെ ഇൻക്രിമെൻറ്റ് ചെയ്യാം, നമ്മുടെ എൻഡിനെ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എൻഡിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. എൻഡിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ പുതിയ എൻഡ് എന്ന് പറയുന്നത് ആരായി മാറും, പുതിയ എൻഡ് 2 ആയി മാറും. ഓക്കെ, പുതിയ എൻഡ് 2 ആയി മാറും. ഇനി വീണ്ടും ഞാൻ നോക്കുവാണ്. അപ്പം എൻഡ് 2ഉം ഇവിടെ എന്ന് പറയുന്നത് സ്വാപ്പ് ചെയ്ത് വന്നപ്പോൾ 7 6 ഇവിടെ 7 ആണല്ലേ. നിങ്ങൾ ചെയ്ത് തന്നെ വരണം. ഇവിടെ 7 ആയിരുന്നു, ഇവിടെ 5 ആണ്, ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 2 ആയി, ഇവിടെ 9 ആയി. ഓക്കെ, ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. ഇവിടെ ഇതെന്ന് പറയുന്നത് സ്റ്റാർട്ട് വേരിയബിളുമായി, ഈ പറയുന്ന ഭാഗം എന്താണ്, എൻഡ് വേരിയബിളുമായി. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് നമുക്കിനി സ്വാപ്പ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. നിങ്ങൾക്ക് എപ്പോഴാണ് സ്വാപ്പ് ചെയ്യരുത്, സ്വാപ്പ് ചെയ്യേണ്ടാത്ത കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. എപ്പോഴാണോ സ്റ്റാർട്ട് വേരിയബിൾ എൻഡ് വേരിയബിളിൽ നിന്നും ക്രോസ് ചെയ്യുന്നത്, ഇപ്പോൾ സ്റ്റാർട്ട് ഓൾറെഡി ക്രോസ് ചെയ്തു, എൻഡ് വേരിയബിളിൽ നിന്നും ക്രോസ് ചെയ്ത് അപ്പുറം പോയി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആരൊക്കെ തമ്മിലാണ് സ്വാപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്റ്റാർട്ടും നമ്മുടെ നോർമലി നമ്മൾ സ്വാപ്പ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാർട്ടും എൻഡും തമ്മിലായിരുന്നു. ഇനി നിങ്ങൾ സ്വാപ്പ് ചെയ്യേണ്ടത് പിവറ്റ് എലമെൻറ്റും എൻഡ് എലമെൻറ്റും തമ്മിൽ സ്വാപ്പ് ചെയ്യണം. എന്താണ് നമ്മുടെ പിവറ്റ് എലമെൻറ്റ്? അപ്പോൾ വെൻ start variable crossed the end variable, during that time you have to swap end and pivot element. Okay, end element and pivot element. So what is our pivot element? That is 7 ആണ്. 7 എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഏത് ആളിനെയാണ് 7 എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മുടെ അറയിൽ കിടക്കുന്ന ഫസ്റ്റ് എലമെൻറ്റിനെയാണ് നമ്മൾ പിവറ്റായിട്ട് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പറയുന്നത് 7 എന്ന് പറയുന്ന പിവറ്റ് എലമെൻറ്റിനെ, അതായത് പിവറ്റ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻ്റ് ആയിരുന്നല്ലോ, 7 എന്ന് പറയുന്ന പിവറ്റ് എലമെൻറ്റിനെ ഞാൻ എന്ത് ചെയ്യണം,
ഈ പറയുന്ന എൻഡ് വേരിയബിളുമായിട്ട് സ്വാപ്പ് ചെയ്യണം. ഇവർ തമ്മിൽ എൻഡ് വേരിയബിളും തമ്മിൽ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താകും? ഇത് 2 ആകും, ഇത് 7 ആകും. ഇങ്ങനെയായി മാറും. ഓക്കെ, ഇവിടെ ഒരു 10 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതാണ്, അവിടെ ഇടാൻ മറന്നതാണ്. ഇനി നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. ഇപ്പോൾ ഫിനിഷായി. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ്, എപ്പോഴാണോ സ്റ്റാർട്ട് വേരിയബിൾ എൻഡ് വേരിയബിളിൽ നിന്നും ക്രോസ് ആകുന്നത്, ആ സമയത്ത് നമ്മൾ ആര് സ്വാപ്പ് ചെയ്യണം? എൻഡ് എലമെൻറ്റിനെയും പിവറ്റ് എലമെൻറ്റിനെയും തമ്മിൽ സ്വാപ്പ് ചെയ്യണം. നമ്മൾ സ്വാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒരു അറയാണ് കിട്ടിയത്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. ഇതേ നമ്മൾ സെലക്ട് ചെയ്ത പിവറ്റ് എലമെൻറ്റ് കിടക്കുന്നു. ഈ പിവറ്റ് എലമെൻറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാവരും ഗ്രേറ്ററുമായി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന എല്ലാവരും സ്മോളർ നമ്പേഴ്സുമായി അവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വിക്ക് സോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് എനിക്കും ഇതുപോലെ കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. സോ ഇത്ര മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. സ്റ്റാർട്ട് വേരിയബിൾ എപ്പോഴാണ് നിങ്ങൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ സെലക്ട് ചെയ്യുന്ന പിവറ്റ് എലമെൻറ്റ് എപ്പോഴും ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി അറേ ആയിരിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ലാസ്റ്റ് വേണമെങ്കിൽ എടുക്കാം, നമുക്ക് ഫസ്റ്റ് എടുത്താൽ മതി. ഫസ്റ്റ് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പിവറ്റിനെക്കാട്ടിലും ചെറിയ നമ്പേഴ്സാണ് സ്റ്റാർട്ടിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇൻക്രിമെൻറ്റ് ദാറ്റ് സ്റ്റാർട്ട്. എപ്പോഴാണോ അത് ഫാൾസ് ആകുന്നത് അവിടെ വെച്ച് നിർത്തണം. അതായത് ആ സ്റ്റാർട്ട് വേരിയബിൾ പിന്നെ മൂവ് ചെയ്യരുത്. അപ്പോൾ കണ്ടീഷൻ അൺസാറ്റിസ്ഫൈഡ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എൻഡ് വേരിയബിളിനെ എടുത്ത് കമ്പയർ ചെയ്യാൻ പോകും. പിവട്ടും എൻഡും തമ്മിലും കമ്പയർ ചെയ്യണം. എപ്പോഴാണ് എൻഡ് വേരിയബിൾ ഡിക്രിമെൻറ്റ് ചെയ്യേണ്ടത്? പിവട്ടിനേക്കാട്ടിലും ഗ്രേറ്റർ ആണ് ആ കിടക്കുന്ന എൻഡ് വേരിയബിൾ എങ്കിൽ നിങ്ങൾ ഡിക്രിമെൻറ്റ് ചെയ്ത് വരണം. ഓക്കെ, എപ്പോഴാണോ അത് ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ആകുന്നത്, നമ്മുടെ എൻഡ് വേരിയബിൾ പിവട്ടിനേക്കാട്ടിലും ചെറുതോ ഈക്വൽ ടു ആകുന്നത്, ആ ടൈമിൽ നിങ്ങൾ സ്റ്റാർട്ടും എൻഡ് വേരിയബിളും കൂടി സ്വാപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് രണ്ട് കണ്ടീഷൻസ് പോകുന്നത്. മൂന്നാമത് ഞാനൊന്ന് പറഞ്ഞതാണ്, എപ്പോഴാണോ സ്റ്റാർട്ട് വേരിയബിൾ എൻഡ് വേരിയബിളിൽ നിന്നും ക്രോസ് ആകുന്നത് ആ സമയത്ത് അവിടെ വെച്ച് നിർത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരേ പോയിന്റിൽ വന്നാൽ കുഴപ്പമില്ല, പക്ഷേ സ്റ്റാർട്ട് വേരിയബിൾ ഒരു സ്റ്റെപ്പ് മുന്നിൽ കയറി കഴിഞ്ഞാൽ, എൻഡിനെയും കാട്ടിലും സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ സമയത്ത് നിങ്ങൾ എൻഡ് വേരിയബിൾ എൻഡ് എലമെൻറ്റും പിവറ്റ് എലമെൻറ്റും, നമ്മൾ പിവറ്റ് എലമെൻറ്റ് നോർമലി ഫസ്റ്റ് എലമെൻറ്റിനെ ആയിരിക്കും എടുക്കുന്നത്, എൻഡ് എലമെൻറ്റും പിവറ്റ് എലമെൻറ്റും കൂടി സ്വാപ്പ് ചെയ്യണം. ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അൽഗോരിതം നോക്കാം. അൽഗോരിതം എളുപ്പമാണ്. പാർട്ടീഷൻ നമുക്ക് ആദ്യമേ നമുക്ക് തന്നിരിക്കുന്ന അറേനെ പാർട്ടീഷൻ ചെയ്യുവാണ്. നമുക്കൊരു അറയുണ്ട്, അതിനകത്ത് നമ്മൾ ലോവർ ബൗണ്ടും വിളിച്ചു, അപ്പർ ബൗണ്ടും ഉണ്ട്, സെറ്റ് ചെയ്തു അറയ്ക്ക്. പിവറ്റ് എലമെൻറ്റിനെ നമ്മൾ നോർമലി അറയുടെ ലോവർ ബൗണ്ടിലുള്ള ആൾ ആരാണോ അയാളെയാണ് സെറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ലോവർ ബൗണ്ടും എൻഡ് എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടുമായിട്ട് ഞാൻ സെറ്റ് ചെയ്തു. വൈൽ സ്റ്റാർട്ട് ഗ്രേറ്റർ ലെസ് ദാൻ എൻഡ്, സ്റ്റാർട്ട് എന്ന് പറയുന്നത് എൻഡിനെക്കാട്ടിലും ചെറുതാണോ എന്ന് നോക്കുന്നു. നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണല്ലോ, സ്റ്റാർട്ട് എന്ന് പറയുന്നത് എൻഡിനെക്കാട്ടിലും ലെസ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ വരുന്ന കാര്യങ്ങൾ ചെയ്യണം. എന്താണ് ആദ്യത്തെ കണ്ടീഷൻ? എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്? പിവറ്റ് എലമെൻറ്റ് ഗ്രേറ്റർ ആകുന്ന സമയത്ത്, ഗ്രേറ്ററോ ഈക്വൽ ടു ആകുകയാണെങ്കിൽ. ഓക്കെ, സോ എ ഓഫ് സ്റ്റാർട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പിവറ്റ് ആണെങ്കിൽ വി വിൽ ഇൻക്രിമെൻറ്റ് സ്റ്റാർട്ട് പ്ലസ് പ്ലസ്. അതല്ല, എ ഓഫ് എൻഡ് എന്ന് പറയുന്നത് എൻഡ് കിടക്കുന്ന ആൾ പിവറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ ആവുകയാണെങ്കിൽ എൻഡിനെ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ എൻഡ് ആണോ എന്ന് നോക്കുന്ന ടൈം, അതായത് സ്റ്റാർട്ടിൻ്റെ ആൾ എൻഡിനെക്കാട്ടിലും ചെറുതായി പോകുന്ന സമയമുണ്ട്. ആ ടൈമിൽ നമ്മൾ എ ഓഫ് സ്റ്റാർട്ടും എ ഓഫ് എൻഡും തമ്മിൽ സ്വാപ്പ് ചെയ്യും. ഓക്കെ, എപ്പോഴാണ്? ആ കണ്ടീഷൻ അറിയാമല്ലോ. അത് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് എൻഡ് വേരിയബിൾ നോക്കി, അപ്പോൾ എൻഡ് വേരിയബിളും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടാക്കുമോ നമ്മളത് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് സ്റ്റാർട്ടും എൻഡും. സ്റ്റാർട്ടിൻ്റെ ആൾ ലെസ് ദാൻ എൻഡ് ആണോ എന്ന് നോക്കും, അതാണ് കണ്ടീഷൻ. കാരണം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്? സ്റ്റാർട്ട് ഗ്രേറ്റർ ദാൻ എൻഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ടത് ആരൊക്കെ തമ്മിലാണ്? പിവട്ടും എൻഡ് എലമെൻറ്റും തമ്മിലാണ്. സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് ആണെങ്കിൽ നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ടത് എ ഓഫ് സ്റ്റാർട്ടും എ ഓഫ് എൻഡും തമ്മിലാണ്. സ്വാപ്പ് എ ഓഫ് എന്നിന് എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതല്ല, ഇഫ് സ്റ്റാർട്ട് ഗ്രേറ്റർ ദാൻ എൻഡ് ആണ്, സ്റ്റാർട്ടിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ് നമ്മുടെ എൻഡിൻ്റെ ഇൻഡെക്സ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യുന്നത് ലോവർ, അതായത് ഫസ്റ്റ് എലമെൻറ്റും
എൻഡ് എലമെൻറ്റും തമ്മിൽ, അതായത് പിവട്ട്, ഫസ്റ്റ് എലമെൻറ്റ് എന്നാൽ നോർമലി ഇറ്റ് ഈസ് എ പിവട്ട് എലമെൻറ്റ് റൈറ്റ്. സോ പിവട്ട് എലമെൻറ്റും എൻഡ് എലമെൻറ്റും തമ്മിൽ സ്വാപ്പ് ചെയ്യും, റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ ക്വിക്ക് സോർട്ട് വിളിക്കണമല്ലോ, പാർട്ടീഷൻ ചെയ്ത് ഇങ്ങനെ പോകണ്ടേ നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ക്വിക്ക് സോർട്ട്? അറേ ഉണ്ട്, ലോവർ ബൗണ്ട് ഉണ്ട്, അപ്പർ ബൗണ്ട് ഉണ്ട്. അപ്പം ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടിനെക്കാട്ടിലും ചെറുതാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരാളിനെ വിളിച്ചു. അതായത് വേറൊന്നുമല്ല, പറഞ്ഞു തരാം. ലൊക്കേഷൻ എന്ന് പറയുന്ന ആൾ കറക്റ്റ് പിവട്ട് എലമെൻറ്റ് നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അയാളായിരിക്കും. പാർട്ടീഷൻ ചെയ്യുന്നത് എ ഓഫ് ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ടും ആയിരിക്കും. പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിനകത്തേക്ക് അതിൻ്റെ റിസൾട്ട് ഇടും. പിന്നെ ഞാൻ അതായത് ക്വിക്ക് സോർട്ട് നടത്തേണ്ടത് ഇങ്ങനെയായിരിക്കും. അതായത് ഇത് പാർട്ടീഷൻ ചെയ്തു, ഇതാണ് നമ്മുടെ ലോക്ക്. ഇനി നമ്മൾ അടുത്ത ക്വിക്ക് സോർട്ട് ചെയ്യേണ്ടത്, ഇത് ലോവർ ബൗണ്ട് ഉണ്ട്, ഇത് അപ്പർ ബൗണ്ട് ഉണ്ട്. അടുത്ത ക്വിക്ക് സോർട്ട് ചെയ്യേണ്ടത് പാർട്ടീഷൻ ഈ ഒരു അറയാണ്. അത് നമ്മൾ എങ്ങനെ എടുക്കും? എ എന്ന് പറയുന്ന അറയും എൽ ബി എന്ന് പറയുന്നത് ലോവർ ബൗണ്ട്, അപ്പർ ബൗണ്ട് എത്രയാണ്? ലോക്ക് -1 ആയിരിക്കും അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ഇതാണെങ്കിലോ, ഇത് അറേ എടുക്കും, അറയും പോവും. പിന്നെ നമ്മൾ ആരെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ലോക്കിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് അടുത്ത ആളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോക്ക് +1, പിന്നെ ആരാ? അപ്പർ ബൗണ്ട് വരെ. ഇത്രയും വരെയാണ് അടുത്ത സബ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പിന്നെ ക്വിക്ക് സോർട്ട് ചെയ്യുന്നത്. ആ സബ് അറേ, 2 സബ് അറേയിലും ഞാൻ ക്വിക്ക് സോർട്ട് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വിക്ക് സോർട്ടിൻ്റെ മൊത്തത്തിലുള്ള അൽഗോരിതം. കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ. ആ പാർട്ടീഷൻ്റെ കോഡാണ്, അതായത് ALB UB എന്ന് പറഞ്ഞില്ലേ, ആ കോഡാണ് നമ്മൾ ഈ വിളിക്കുന്നത്. ഇതാണ് കംപ്ലീറ്റ് നടക്കുന്നത്. ഓക്കെ, എൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. എൻ്റെ ഏറ്റവും വേർസ്റ്റ് കേസ് അനാലിസിസ് എന്ന് പറയുന്നത് ബിഗ് ഓഫ് n² ആണ്. ഓക്കെ, പിന്നെ ബെസ്റ്റ് ആൻഡ് ആവറേജ് കേസ് എന്ന് പറയുന്നത് ബിഗ് ഓഫ് n log n ആണ്. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സെലക്ഷൻ സോർട്ടായിരുന്നാലും മറ്റേ ഇൻസേർഷൻ സോർട്ടായിരുന്നാലും ബിഗ് ഓഫ് n² വരെ പോകുന്നുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ബെസ്റ്റ് ആൻഡ് ആവറേജ് കേസ് അനാലിസിസ് ഓഫ് അവർ ക്വിക്ക് സോർട്ട് ഇസ് ബിഗ് ഓഫ് n log n. വേർസ്റ്റ് കേസ് ആണെങ്കിൽ ബിഗ് ഓഫ് n² ആണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്യാതെ നിങ്ങൾ ഇരിക്കരുത്, നോക്കി കണ്ടിരിക്കരുത്. ഒരു എക്സാമ്പിൾ എടുത്തത് എക്സാമ്പിൾ തന്നിട്ടായിരിക്കും സോൾവ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റെപ്പിന് മാർക്കുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.